ഗായ്സ്, നമ്മളിന്ന് വന്നിട്ടുള്ളത് വൈത്തിരി അഡ്വഞ്ചർ പാർക്കിലാണ്. ഇവിടുത്തെ വ്യൂ എന്നൊക്കെ പറയുന്നത് അടിപൊളിയാണ്. ഫസ്റ്റ് തന്നെ ഞാനും എൻ്റെ അമ്മയും കയറിയിട്ടുള്ളത് ഒരു വലിയ ജയിൻറ്റ് ഊഞ്ഞാലിലാണ്. ഇവിടുത്തെ വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ അത്രയ്ക്ക് അടിപൊളിയാണ്. നിങ്ങൾ ഈ പാർക്കിൽ വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത് അറ്റത്ത് ഇങ്ങനെ വലിച്ചിരുന്നപ്പോൾ അമ്മയൊക്കെ കാറി കൂവിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. അതുപോലെ ഇവിടെ 42 റൈഡ്സ് അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ ഹൈറ്റ് ഓർഡറിലൊക്കെ വെച്ചിട്ടാണ് കിഡ്സിന് റൈഡ്. അതുപോലെ നമ്മളെ കയ്യിൽ ഇതുപോലെ ഒരു ബാൻഡ് കെട്ടിത്തരും കേട്ടോ. വലിയവർക്ക് ഒരു നീല കളറും പിന്നെ ചെറിയ കുട്ടികൾക്ക്, എനിക്കൊക്കെ എന്താ പറയുക, ഒരു പിങ്ക് കളറായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ ഇവിടുത്തെ റൈഡ്സ് എല്ലാം അടിപൊളിയായിരുന്നു. എനിക്ക് കുറേ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അമ്മയൊക്കെ കരയുന്ന പോലെ ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് പേടിയുണ്ടായിരുന്നു, എന്നാലും അത്ര വലിയ എക്സ്പെക്റ്റേഷനൊന്നും ഞാൻ ഇട്ടില്ല. എന്നാലും അടിപൊളിയാട്ടോ, വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഒരാൾ വലിക്കും. അതുപോലെ അശി ഒരു സൈക്കിൾ കയറിയിട്ടുണ്ട്. ഞാൻ ഇതിൽ കയറണം വിചാരിച്ചു, പിന്നെ അതിൻ്റെ വലിപ്പം കണ്ടപ്പോൾ കയറിയില്ല. ഇതിങ്ങനെ സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരിക്കുക. ചവിട്ടൽ നിർത്തുമ്പോൾ അതും നിൽക്കും. വലുതാണ് കേട്ടോ, കാണുന്നതെന്നല്ല. ചവിട്ടി ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ പോവുക. സത്യം പറഞ്ഞാൽ പേടിയില്ലാത്തവർക്ക് അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് അത്യാവശ്യം പേടിയുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ചെയ്തില്ല. അപ്പോൾ എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. ഈ സംഭവം കാണുമ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അതുപോലെ നമ്മളെപ്പോൾ ചവിട്ടൽ നിർത്തുന്നു അപ്പോൾ അത് നിൽക്കും. ഇവിടെ നല്ല സൈക്കിൾ ഉണ്ട്, അതുകൊണ്ട് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് അവന് നല്ലോണം എന്താ പറയുക ചവിട്ടിയിട്ടുണ്ടായിരുന്നു. കറങ്ങി കുറേ തവണ കറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ കുറേ വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റില്ല. പിന്നെ ഈ ഒരു സാധനം എന്ന് പറയുന്നത് എൻ്റെ ദൈവമേ മസ്റ്റ് ട്രൈ ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇതിൽ കയറുന്നത് തന്നെ. ഇത് ഫസ്റ്റ് ഇതുപോലെ ഇങ്ങനെ കറങ്ങും, എന്നിട്ട് തലകുത്തി എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് കറക്കി ഇതിൽ 4 പേർക്കാണ് ഇരിക്കാൻ പറ്റുന്നത്. അതുപോലെ നിർത്ത് പറയുമ്പോൾ അവർ നിർത്തുകയും ചെയ്തു. ഇങ്ങനെ കറങ്ങി എനിക്ക് തലയൊന്നും അറിയില്ല, കണ്ണിൽ നിന്ന് വെറുതെ ഇങ്ങനെ വെള്ളമൊക്കെ വന്നുകൊണ്ടിരുന്നു. എന്നാലും വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സീറ്റ് ബെൽറ്റൊന്നും ഇട്ടില്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും തീർച്ചയൊക്കെ പോവും. അതുപോലെ ചെറിയ കുട്ടികളൊന്നും ഇതിൽ ചെയ്യാൻ പാടില്ല. എന്നെ പോലെയുള്ള ആൾക്കാരൊക്കെ ആ റെഡ്